പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നഷ്ടപരിഹാര തുക കെട്ടിവെച്ച് സർക്കാർ 7 ലക്ഷം രൂപയാണ് ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെച്ചത്. നഷ്ടപരിഹാരം നൽകാനുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് എതിരെയുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഷപ്ന ചേരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, സർക്കാരിന്റെ ഈ നീക്കം വലിയ തോതിൽ തന്നെ വിമർശിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. സിദ്ധാർത്ഥന്റെ കുടുംബമടക്കം കാര്യമായ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയതുമാണ്. ഏതായാലും നഷ്ടപരിഹാര തുക ഇപ്പോൾ സർക്കാർ കെട്ടിവെക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 2024 ഒക്ടോബർ 1 ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു സർക്കാർ അപ്പീൽ നൽകിയത്. ഈ ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരുന്നു പരിഗണിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട് 8 മാസത്തിനു ശേഷം കഴിഞ്ഞ ജൂൺ 26 ഇത്തരം ഹർജി നൽകുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തുടർന്നാണ് സർക്കാർ ഇത്തരം ഒരു അപ്പീലുമായി കോടതിയെ സമീപിച്ചത്. അതിനെ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. കമ്മീഷൻ ഉത്തരവിൽ കക്ഷിയല്ലാതിരുന്നതിനാൽ ഉത്തരവ് അറിയാൻ വൈകി എന്നായിരുന്നു സർക്കാർ അതിന് വിശദീകരണമായി പറഞ്ഞിരുന്നത്. ഇത്തരം ഒരു ഉത്തരവ് ദോഷകരമാണെങ്കിൽ ഉടൻ തന്നെ ഹർജി നൽകേണ്ടിയിരുന്നു എന്ന് വൈകിയതിന്റെ വിശദീകരണം പോലും സർക്കാർ വ്യക്തമാക്കിയില്ല എന്നും കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട 7 ലക്ഷം രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ 10 ദിവസത്തിനകം കെട്ടിവെക്കാൻ കോടതി നിർദ്ദേശിച്ചത്. തുടർന്ന് ജൂലൈ 4 തന്നെ 7 ലക്ഷം രൂപ ഹൈക്കോടതിയിൽ കോടതി നിർദ്ദേശപ്രകാരം കെട്ടിവെച്ചു എന്ന് സർക്കാർ അറിയിച്ചു. നഷ്ടപരിഹാരം നൽകാനുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഭേദഗതി വരുത്തി ഇനി വീണ്ടും അപ്പീലിൽ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയിട്ടു. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലീഗൽ ഡെസ്കിൽ നിന്ന്.